കമ്പ്യൂട്ടർ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ 7ാമത്തെ കൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. 6ാമത്തെ കൺസെപ്റ്റായ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നതിൻ്റെ പകുതി കാര്യങ്ങൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം നമുക്ക് ഇൻഹെറിറ്റൻസിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലാസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം അനദർ ക്ലാസ്. ദ ഡിറൈവ്ഡ് ക്ലാസ് there will be one derived class and one existing class called base class. അപ്പോൾ അങ്ങനെ we can define different forms of inheritance. Depends upon the number of base classes and number of derived classes. So the different forms of inheritance are: one, single inheritance; second, multiple inheritance; third, hierarchical inheritance; fourth, hybrid inheritance; and the last one is multi-level inheritance. We can discuss each one of these. The first one is single inheritance. നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒറ്റയ്ക്കുള്ളത് അല്ലേ? അപ്പം അങ്ങനെ ഒറ്റയ്ക്കുള്ള ഇൻഹെറിറ്റൻസിനെയാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇഫ് എ ക്ലാസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ സിംഗിൾ ബേസ് ക്ലാസ്, ഇറ്റ് ഈസ് കാൾഡ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഒരു ബേസ് ക്ലാസ്, ഒരു ഡിറൈവ്ഡ് ക്ലാസ്. ഇവിടെ ആ ചിത്രം നോക്കുക. നമ്മൾ ക്ലാസ് എഴുതിയായിട്ടല്ല ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഫോം ഓഫ് ഇൻഹെറിറ്റൻസ്, എങ്ങനെയാണ് ബേസ് ക്ലാസിൻ്റെ മെമ്പേഴ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്നേരം ഇവിടെ ക്ലാസ് എ, ക്ലാസ് ബി. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത്, ഇത് ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെ ഒരു ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യുന്ന ഇതൊരു ട്രീ സ്ട്രക്ചറാണ്. അപ്പോൾ അതിനെ ഇവിടെ ആരോ മാർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിലേക്കായിരിക്കും ആരോ മാർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിലവിലുള്ള ക്ലാസ് മുകളിലും പുതിയതായി ഉണ്ടാകുന്ന ക്ലാസ് താഴെയും ആയിട്ടായിരിക്കും ഈ ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് എല്ലാം കൊടുക്കുന്നത്. 2 ലെവലാണ്. സോ ക്ലാസ് എ ഈസ് കാൾഡ് പേരൻറ്റ്, സൂപ്പർ ഓർ ബേസ് ക്ലാസ്. ക്ലാസ് ബി ഈസ് കാൾഡ് ചൈൽഡ്, സബ് ഓർ ഡിറൈവ്ഡ് ക്ലാസ്. ഇൻ സിംഗിൾ ഇൻഹെറിറ്റൻസ് ദർ വിൽ ബി 1 ബേസ് ക്ലാസ് ആൻഡ് 1 ഡിറൈവ്ഡ് ക്ലാസ്. ഒരു ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും ഉള്ളൂ. അപ്പോൾ ഇത് വായിക്കുന്നത് ക്ലാസ് ബി ഈസ് ഡിറൈവ്ഡ് ഫ്രം ക്ലാസ് എ. ക്ലാസ് ബി എന്ന് പറയുന്നത് ക്ലാസ് എയിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ക്ലാസ് ബിക്ക് ക്ലാസ് എയുടെ ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയേഴ്സും ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പം നിലവിലുള്ള ക്ലാസ് എ, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ് ബി. അപ്പം അന്നേരം ക്ലാസ് എയുടെ ഡേറ്റയും ഫങ്ഷൻസും ക്ലാസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് അത് 3 രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യും. ഒന്ന് ആക്സസ് ലേബൽസ് ഉപയോഗിച്ചുകൊണ്ട്, ഒന്ന് പബ്ലിക്കലി, ക്ലാസ് ബി ഈസ് ഡിറൈവ്ഡ് പബ്ലിക്കലി ഫ്രം ക്ലാസ് എ, ക്ലാസ് ബി ഈസ് ഡിറൈവ്ഡ് പ്രൊട്ടക്റ്റഡ്ലി ഫ്രം ക്ലാസ് എ, ക്ലാസ് ബി ഈസ് ഡിറൈവ്ഡ് പ്രൈവറ്റ്ലി ഫ്രം ക്ലാസ് എ. അപ്പോൾ അങ്ങനെ 3 ആക്സസ് ലേബലിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല, എക്സാമ്പിളും പഠിക്കുന്നില്ല. ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് 5 എണ്ണമാണ്. അതിൽ ആദ്യത്തേതാണ് നമ്മൾ പറയുന്നത് സിംഗിൾ ബേസ് ക്ലാസ്, സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ്. ദെൻ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സസിൽ നിന്നും ഒരു ഡിറൈവ്ഡ് ക്ലാസ്. If a class is derived from more than 1 classes, this form is called multiple inheritance.
അപ്പോൾ ബേസ് ക്ലാസ്സിൻ്റെ എണ്ണം എത്ര എണ്ണം വേണമെങ്കിലും ആകാം. അവിടെ കണ്ടില്ലേ, ബേസ് ക്ലാസ് 1, ബേസ് ക്ലാസ് 2, ബേസ് ക്ലാസ് 3 എക്സെട്ര ബേസ് ക്ലാസ് n. വേണമെങ്കിൽ 40 ക്ലാസ്സിൽ നിന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഒരു സിംഗിൾ ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇൻഹെറിറ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ക്യാൻ ബി ഇൻഹെറിറ്റഡ് ടു ദ ന്യൂ ക്ലാസ്സസ്. നിലവിലുള്ള ക്ലാസ്സിൻ്റെ ഡേറ്റയും ഫങ്ഷൻസും പുതിയ ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അത് ഏത് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം പിന്നെ HS ക്ലാസ്, HS സ്റ്റുഡൻറ്റ്, HSS സ്റ്റുഡൻറ്റ്, UP സ്റ്റുഡൻറ്റ്, LP സ്റ്റുഡൻറ്റ്, കോളേജ് സ്റ്റുഡൻറ്റ്, ഇപ്പം ഇങ്ങനെ പല ക്ലാസ്സുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തെന്ന് വെച്ചു. ഇനി ഈ സ്റ്റുഡൻറ്റിൻ്റെയും അതേപോലെ തന്നെ HS സ്റ്റുഡൻറ്റിൻ്റെയും അതേപോലെ തന്നെ LP സ്റ്റുഡൻറ്റിൻ്റെയും എല്ലാം കൂടെ ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയേഴ്സും കൂടെ ചേർത്ത് ഒരു പുതിയ ക്ലാസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്താൽ മതി. ഇവിടെ ബേസ് ക്ലാസ് ആയിട്ട് സ്റ്റുഡൻറ്റ് വരും, ബേസ് ക്ലാസ് ആയിട്ട് HS സ്റ്റുഡൻറ്റ് വരും, അടുത്ത ബേസ് ക്ലാസ് ആയിട്ട് HSS സ്റ്റുഡൻറ്റ് വരും. അപ്പോൾ ഇങ്ങനെ മുകളിലത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വരാം. അപ്പോൾ അന്നേരം മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സസും സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ്സും ഉള്ളതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും ഒന്നിലധികം ഡിറൈവ്ഡ് ക്ലാസ് ഫോം ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് HS സ്റ്റുഡൻറ്റ്, HSS സ്റ്റുഡൻറ്റ്, UP സ്റ്റുഡൻറ്റ്. അപ്പോൾ അന്നേരം ഇവിടെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ഏതൊക്കെ വരും? HS സ്റ്റുഡൻറ്റും HSS സ്റ്റുഡൻറ്റും UP സ്റ്റുഡൻറ്റും വരും, അല്ലെങ്കിൽ LP സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ അങ്ങനെ ഇഫ് മെനി classes are derived from a single base class, it is called hierarchical inheritance. അപ്പോൾ അന്നേരമുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഒട്ടനവധി ക്ലാസ്സുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. വ്യത്യാസം അതാണ് വരുന്നത്. അതേസമയം മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ ഒന്നിലധികം ക്ലാസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെടും? ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഒത്തിരി ക്ലാസ്സുകളുടെ, ഒത്തിരി ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബേസ് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ. നേരെ തിരിച്ച് ഒരു ക്ലാസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് ഒട്ടനവധി ക്ലാസ്സുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യും. അപ്പോൾ അന്നേരം സിംഗിള്, മൾട്ടിപ്പിള്, ഹൈറാർക്കിക്കൽ. മൾട്ടിപ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹൈറാർക്കിക്കൽ എന്ന് പറയുന്നത്. ഇനി ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഫോം ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ ഒരുമിച്ചുള്ള ഫോമാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നിലധികത്തിൽ നിന്നും കൊണ്ടുവരുന്നതിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബേസ് ക്ലാസ്, അതിൽ നിന്നും 2 ഡിറൈവ്ഡ് ക്ലാസ്, ആ 2 ഡിറൈവ്ഡ് ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമത്തെ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ ആദ്യത്തേത് ഏത് ഇൻഹെറിറ്റൻസാണ്? ഒരു ബേസ് ക്ലാസ്സും മൾട്ടിപ്പിൾ ഡിറൈവ്ഡ് ക്ലാസ്. ഏതാ? ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ദെൻ മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ്, അത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ആൻഡ് എ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹൈറാർക്കിക്കൽ ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബേസ് ക്ലാസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് 2 ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ 2 ക്ലാസ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പോൾ ക്ലാസ് 3-കകത്ത് ഏതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയേഴ്സ് കാണും? ക്ലാസ് 1 വഴിയും ക്ലാസ് 2 വഴിയും ഉള്ള ബേസ് ക്ലാസ്സിൻ്റെ ഡേറ്റ ആൻഡ് മെമ്പർ ഫങ്ഷൻസും, പിന്നെ ക്ലാസ് 1-ൻ്റെ ഡേറ്റ ആൻഡ് മെമ്പർ ഫങ്ഷൻസും, ക്ലാസ് 2-ൻ്റെ ഡേറ്റ ആൻഡ് മെമ്പർ ഫങ്ഷൻസും. ഇനി ക്ലാസ് 3-കകത്ത് ആണെങ്കിൽ പുതിയതായിട്ടുള്ള ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ചേർക്കുകയും ചെയ്യാം. അപ്പോൾ അന്നേരം ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ഫോം ചേർത്തുണ്ടാകുന്നതിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്
മൾട്ടിപ്പിൾ ആൻഡ് ഹൈറാർക്കിക്കൽ, അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ആൻഡ് മൾട്ടിപ്പിൾ. ഇത് നേരെ തിരിച്ചു വെച്ചാലും മതി. ഡിറൈവ്ഡ് ക്ലാസ് ബേസ് ക്ലാസ് 1 ബേസ് ക്ലാസ് 2, ദെൻ അതിൽ നിന്ന് മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ്, ആ സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നും വീണ്ടും മൾട്ടിപ്പിൾ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പം അങ്ങനെ ഇത് തിരിച്ച് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ദെൻ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവൽ താഴോട്ട് പോകും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, എ ക്ലാസ് ക്യാൻ ആൾസോ ബി ഡിറൈവ്ഡ് ഫ്രം വൺ ക്ലാസ് വിച്ച് ഈസ് ആൾറെഡി ഡിറൈവ്ഡ് ഫ്രം അനദർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് സി എന്ന് പറയുന്ന ക്ലാസ് ബിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ക്ലാസ് സി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്സും ക്ലാസ് ബി എന്ന് പറയുന്ന ഇവിടെ അവസാനത്തെ രണ്ടെണ്ണം, താഴത്തെ ലെവലിലുള്ള രണ്ടെണ്ണം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ക്ലാസ് എ നമ്മളങ്ങ് വിട്ടേക്കൂ. അപ്പോൾ അന്നേരം ക്ലാസ് ബിയും ക്ലാസ് സിയും നമ്മൾ വരുവാണെങ്കിൽ അതൊരു സിംഗിൾ ഇൻഹെറിറ്റൻസ് അല്ലേ? ക്ലാസ് സി ഈസ് ഡിറൈവ്ഡ് ഫ്രം ക്ലാസ് ബി അല്ലേ? ക്ലാസ് സി എന്ന് പറയുന്നത് എവിടെ നിന്ന് ഡിറൈവ് ചെയ്യുന്നു? ക്ലാസ് ബിയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു. ദെൻ വിച്ച് ഇറ്റ് സെൽഫ് ഈസ് ഡിറൈവ്ഡ് ഫ്രം അനദർ ക്ലാസ്. ക്ലാസ് ബി ഇവിടെ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ക്ലാസ് എയിൽ നിന്നാണ്. സോ ക്ലാസ് സിക്കകത്ത് ഏതിൻ്റെയൊക്കെ ഡേറ്റയും ഫങ്ഷൻസ് കാണും? ക്ലാസ് എയിൽ നിന്നും ക്ലാസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്, ദെൻ ക്ലാസ് ബിയുടെ ഡേറ്റയും ഫങ്ഷൻസും ഇൻഹെറിറ്റഡ് മെമ്പേഴ്സ് ഓഫ് ക്ലാസ് എയും കൂടെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്ലാസ് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഇതാണ് പലതരത്തിലുള്ള ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇത് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ പോകുമ്പോഴത്തേക്ക് പായസം കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ അത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ആർക്കൂടെ വീതിച്ചു കൊടുക്കുന്നു? വേറൊരാൾക്ക്, ഒറ്റ ഒരാൾക്കേ വീതിച്ചു കൊടുക്കുന്നു. അതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. അതേസമയം മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങോട്ടെങ്കിലും നിങ്ങൾ സ്കൂളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കുറേ പേര് ഇപ്പോൾ A+ കിട്ടിയവരെല്ലാം കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് എല്ലാം ഫുൾ A+ കിട്ടിയവരെല്ലാം എന്തെങ്കിലും സീറ്റ്സും കൊണ്ട് നിൽക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ആ സീറ്റ്സ് നിങ്ങൾ ഒരാളാണ് ചെല്ലുന്നത്. അപ്പോൾ അന്നേരം അവിടെ 5 പേര് നിൽപ്പുണ്ടെങ്കിൽ 5 പേരും എന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ള സീറ്റ്സ് ഒരാൾക്ക് തന്നെ കൊടുക്കും. അതാണ് സീറ്റ്സ് ഉള്ള ആൾ ബേസ് ക്ലാസ്, വാങ്ങുന്ന ആൾ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ 5 പേരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഒരാൾ വാങ്ങുന്നു. ഇനി ഹൈറാർക്കിക്കലാണെങ്കിൽ നേരെ തിരിച്ചാ, ഒറ്റ ഒരാൾ നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ മാത്രമല്ല 4 പേര് വരുന്നുണ്ട്, അല്ലെങ്കിൽ 5 പേര് വരുന്നുണ്ട്. അവിടെ ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ, ഫുൾ A+ കിട്ടിയ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അയാളുടെ കയ്യിൽ ഉള്ളത് നിങ്ങൾ എത്ര പേർക്കായിട്ട് വീതിച്ചു കൊടുക്കും? 4 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കും. അതാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ തന്നെയാണ്. ഒരു A+ കിട്ടിയ ഒരാൾ അവിടെ ഇപ്പോൾ ഉണ്ട്, അയാൾ 2 പേർക്ക് കൊടുക്കുന്നു, ആ 2 പേരും കൂടെ ചേർന്നിട്ട് വേറൊരാൾക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുക, ഒരാൾ മാത്രമേ ഉള്ളൂ A+ കിട്ടിയ ആൾ, അയാളുടെ കയ്യിലുള്ള സീറ്റ്സ് എന്ന് പറയുന്നത് 2 പേർക്കായിട്ട് കൊടുക്കുന്നു. ആ 2 പേര് എന്ന് വന്നപ്പോഴാണ് വേറെ ഒരാൾ വരുന്നത്. അപ്പോഴത്തേക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയ ആൾക്ക് അയാളുടെ കയ്യിൽ സീറ്റ്സ് ഇല്ലെന്ന് വെച്ചോ. അപ്പോൾ അന്നേരം എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വീതിച്ച് ആ വരുന്ന ആൾക്ക് കൊടുത്തേക്കാൻ പറയും. ഇനി മൾട്ടി ലെവലാണെങ്കിൽ ആദ്യം ഫുൾ A+ കിട്ടിയ ഒരാൾ വരുന്നു. അപ്പം അന്നേരമാണ് വേറൊരാൾ വരുന്നത്. അയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ കയ്യിൽ സീറ്റ്സൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ട് പുതിയ ഒരാളൂടെ വന്നു. അപ്പം അന്നേരം പറയും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അയാൾക്കൂടെ കൊടുത്തേക്ക് എന്ന് പറയും. അപ്പം ഈ രീതിയിൽ ഡേറ്റ ആൻഡ് ഫങ്ഷൻസ്, ഈ സീറ്റ്സ് കൈമാറുന്ന പോലെ തന്നെ ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോമിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് 5 ഫോമിലാണ് ഉള്ളത്. ദെൻ ഇനി അടുത്തുള്ളതെന്ന് വെച്ചാൽ പോളിമോർഫിസമാണ്. പോളി മീൻസ് മെനി, മോർഫ് മീൻസ് ഷേപ്സ്.
വ്യത്യസ്ത മുഖങ്ങളുള്ള ആളിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇതൊരു ഗ്രീക്ക് വേർഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേഴ്സൺ തന്നെ ഓരോരോ സിറ്റുവേഷനിൽ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത് ഒരു രീതിയിലായിരിക്കും, നിങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും, നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പം അന്നേരം ഏത് ഒബ്ജക്റ്റുകളുമായിട്ടാണോ നമ്മൾ അല്ലെങ്കിൽ കോണ്ടാക്ട്സ് വരുന്നത്, ആ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് മാറും. ഇത് റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഇതുണ്ട്. ഒരു കാട്ടിലെ ഒരു മൃഗം, കുറുക്കൻ. കുറുക്കൻ എല്ലാ ജീവികളെയും ഒരേപോലെയാണോ കാണുന്നത്? കുറുക്കൻ പേടിക്കുന്ന ജീവികളുമുണ്ട്, പേടിക്കാത്ത ജീവികളുമുണ്ട്, അല്ലേ? കുറുക്കൻ എന്ത് ചെയ്യും? സിംഹത്തെയോ പുലിയോ കാണുമ്പോൾ ഓടി മാറും. അതേസമയം മുയലിനെ കാണുമ്പോൾ ചാടി ആക്രമിക്കാൻ നോക്കും. ഇനി ചെന്നായെ കാണുമ്പോഴോ കുറുക്കൻ അനങ്ങത്തില്ല, കാരണം രണ്ടുപേരും തുല്യ ശക്തികളാണ്. ഇതേപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റുകളിനെയും നമ്മൾ ഡിഫറൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇത് പ്രോഗ്രാമിലും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. സോ പോളിമോർഫിസം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് ഡിഫറെൻറ്റ് ഫോംസ്. പല തരങ്ങൾ പുറപ്പെടുവിക്കുന്നതിനെയാണ് നമ്മൾ പോർഫിസം എന്ന് പറയുന്നത്. കഴിവിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. In object-oriented programming, polymorphism refers to the ability of a programming language to process objects differently depending on their data type or class. ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ ടൈപ്പോ അല്ലെങ്കിൽ ക്ലാസ്സിനെയോ അനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. എബിലിറ്റി ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു പ്രോസസ് ഒബ്ജക്ട്സ് ഡിഫറൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഡേറ്റ ടൈപ്പ് ഓർ ക്ലാസ്. ദർ ആർ 2 types of polymorphism. 2 തരത്തിലുള്ള പോളിമോർഫിസമാണ് ഉള്ളത്. ഒന്ന് കമ്പൈലർ ടൈം അല്ലെങ്കിൽ ഏർലി ബൈൻഡിങ് ഓർ സ്റ്റാറ്റിക് പോളിമോർഫിസം. രണ്ടാമത്തേന്ന് പറയുന്നത് റൺ ടൈം ഓർ ലേറ്റ് ബൈൻഡിങ് ഓർ ഡൈനാമിക് പോളിമോർഫിസം. ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ഒക്കെ ഒത്തിരി പ്രാവശ്യം പഠിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം പോളിമോർഫിസവും 2 തരത്തിലുണ്ട്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോളിമോർഫിസം, അല്ലെങ്കിൽ കമ്പൈലർ ടൈം അല്ലെങ്കിൽ റൺ ടൈം. ഇനി അത് നമ്മൾ മെമ്മറി അലൊക്കേഷൻ പോലെ തന്നെയാണ്. കമ്പൈലർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പോളിമോർഫിസത്തെയാണ് നമ്മൾ കമ്പൈലർ ടൈം എന്ന് പറയുന്നത്. ഇനി റൺ ചെയ്യുമ്പോൾ നടക്കുന്ന പോളിമോർഫിസത്തിനെയാണ് റൺ ടൈം പോളിമോർഫിസം അല്ലെങ്കിൽ ലേറ്റ് ബൈൻഡിങ് അല്ലെങ്കിൽ ഡൈനാമിക് പോളിമോർഫിസം എന്ന് പറയുന്നത്. Runtime polymorphism refers to the binding of a function definition with the function call during runtime. It uses the concept of pointers and inheritance using virtual functions. Pointer അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്നീ സങ്കല്പങ്ങളിലൂടെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വെർച്വൽ ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇതിൻ്റെയും ടൈപ്പുകൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇനി കമ്പൈലർ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് പോളിമോർഫിസം എന്ന് പറയുന്നത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കമ്പൈലർ ടൈം ആൻഡ് റൺ ടൈം. കമ്പൈലർ ടൈമിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. റൺ ടൈം എന്ന് പറയുന്നത് വെർച്വൽ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇതാണ് ടൈപ്സ് ഓഫ് പോളിമോർഫിസത്തിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ കമ്പൈലർ time polymorphism. Compiler time polymorphism refers to the ability of the compiler to relate or bind function call with the function definition during compilation itself. Function overloading and operator overloading comes under compiler time polymorphism. എന്നാൽ കമ്പൈലർ ടൈം പോളിമോർഫിസം എന്ന് പറയുന്ന 2 തരത്തിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഒന്ന് ഫംഗ്ഷൻ ഓവർലോഡിങ് ഉപയോഗിച്ചുകൊണ്ടും രണ്ടാമത്തെ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഉപയോഗിച്ചുകൊണ്ടും. ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷനെ വിളിക്കുന്ന രീതിയെയാണ് നമ്മൾ കമ്പൈലർ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. കമ്പൈലർ ടൈം പോളിമോർഫിസം refers to the ability of the compiler to relate or bind a function call.
ഇനി നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിങ് എന്താണെന്ന് നോക്കാം. ഫംഗ്ഷൻ വിത്ത് ദ സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് സിഗ്നേച്ചേഴ്സ് ക്യാൻ ആക്ട് ഡിഫറെൻ്റ്ലി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം ഓരോ ഷേപ്പിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന പല രീതിയിലാണ്. ഇപ്പോൾ സ്ക്വയറിൻ്റെ ആണെങ്കിൽ അതിനൊരു സൈഡ് മതി, ഏരിയ ഈസിക്കൽ ടു എ സ്ക്വയർ, എ ഇൻറ്റു എ ആണ്. അതേസമയം റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിന് 2 സൈഡ് വേണം. സോ ലെങ്തും ബ്രെഡ്ത്തും അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി, അല്ലെങ്കിൽ ലെങ്ത് നീളം അധികം ഗുണം വീതി, നീളം ഗുണം വീതി എന്ന് പറഞ്ഞ രീതിയിലാണ്. ഇനി ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ അതിന് 3 സൈഡ് കാണും. കാരണം റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറയുന്ന ഇക്വേഷനിലാണ്. അപ്പോൾ അവിടെ 3 സൈഡ് കാണും. ആ 3 സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ ഏരിയ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ അത് 3 രീതിയിൽ പ്രോസസ്സ് ചെയ്യപ്പെടാം. ഒരു ഷേപ്പ് എന്ന് പറയുന്ന നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ആ ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ അളവിനെ അനുസരിച്ച് സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം അന്നേരം ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ആർഗ്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യുകയാണെങ്കിൽ അത് സ്ക്വയറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം സ്ക്വയറിൻ്റെ ഏരിയയ്ക്ക് ഒരു ഡയമെൻഷൻ മാത്രം മതി. റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്കോ 2 ഡയമെൻഷൻ വേണം. അപ്പം അന്നേരം ഒരു ക്ലാസ്സിൻ്റെ തന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന പല രീതിയിൽ പ്രോസസ്സ് ചെയ്യപ്പെടും. ഇപ്പോൾ ക്ലാസ് ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഷേപ്പിൻ്റെ 3 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ 3 ഒബ്ജക്റ്റിനെയും നമുക്ക് 3 രീതിയിൽ പ്രോസസ്സ് ചെയ്യപ്പെടാം. ഒന്ന്, ആ ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സ്ക്വയറിനെ റെപ്രസെൻ്റ് ചെയ്യുക. അന്നേരം ഒറ്റ ഡയമെൻഷൻ മാത്രം മതി. 2 ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആകാം. ഇനി അങ്ങനെ ചെയ്യുന്നത് ഡിഫൈനിങ് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് വിത്ത് ദ സെയിം നെയിം ആൻഡ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ സിഗ്നേച്ചർ ഈസ് നോൺ ആസ് ഫംഗ്ഷൻ ഓവർലോഡിങ്. അപ്പോൾ അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരേ പേര്, ഏരിയ എന്ന് പറയുന്ന പേരിലായിരിക്കും 3 ഷേപ്പിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും. 1 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ, 2 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ, 3 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ. അപ്പം അങ്ങനെ ആർഗ്യുമെൻറ്റിൻ്റെ എണ്ണത്തിലോ ടൈപ്പിലോ വ്യത്യാസം വരുത്തിക്കൊണ്ട് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന രീതിയാണ് ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ദ ഓവർലോഡഡ് ഫംഗ്ഷൻസ് ഹാവ് ദ സെയിം നെയിം. എല്ലാ ഓവർലോഡഡ് ഫംഗ്ഷൻസിനും സെയിം നെയിം ആയിരിക്കും. ഇനി ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓപ്പറേറ്റർ ഓവർലോഡിങ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഗിവിംഗ് ന്യൂ മീനിങ് ടു ദ എക്സിസ്റ്റിംഗ് C++ ഓപ്പറേറ്റർ ലൈക്ക് പ്ലസ്, മൈനസ്, ഈക്വൽ ടു, സ്റ്റാർ, എക്സെട്ര. It makes it possible to use the ordinary operator to exhibit different behaviors on different objects of a class. Depending on the types of operands it receives to overload an operator, we need to write a member function for operator we are overloading. ഇനി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് C = A + B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? C = A + B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അരിത്മെറ്റിക് എക്സ്പ്രഷനാണ്. അവിടെ എയും ബിയും എന്ന് പറയുന്ന വേരിയബിളും, പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററും, ഈക്വൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററും, സി എന്ന് പറയുന്ന വീണ്ടും ഒരു വേരിയബിളുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും കണ്ടൻറ്റ് തമ്മിൽ കൂട്ടി സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അല്ലേ? ഇതേ രീതിയിൽ തന്നെ ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലസും മൈനസും ഇങ്ങനെയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനും നമുക്ക് പുതിയ മീനിങ് C++ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഓപ്പറേറ്റർ ഫങ്ഷൻസ് എന്ന് പറയുന്ന ഫങ്ഷൻസ് ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആ ഓപ്പറേറ്ററിനകത്ത് എന്താണോ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ, രണ്ട് ഡേറ്റ് തമ്മിൽ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ 2 ഡിസ്റ്റൻസ്, ഇഞ്ചും ഫീറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമൊക്കെ നമ്മൾ എഴുതിയതാണ്. എങ്ങനെയാണ്? അവിടെ ഒരു സ്ട്രക്ചറിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയി. ഇതേപോലെ തന്നെയാണ് ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. അതൊരു മെമ്മറി ലൊക്കേഷനല്ല, മൾട്ടിപ്പിൾ മെമ്മറി ലൊക്കേഷനാണ്. ഇപ്പോൾ എയും ബിയും സിയും എന്ന് പറയുന്ന നമുക്കിപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ എടുത്ത പോലെ തന്നെ ഡിസ്റ്റൻസ്, ക്ലാസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് കൊടുത്തിട്ട് അതിനകത്ത് മെമ്പർ ഫങ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഇനി എയുടെയും നമുക്ക് 2 ഡിസ്റ്റൻസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറഞ്ഞ പുതിയൊരു ഫംഗ്ഷൻ എഴുതിയാൽ മതി. അതിനകത്ത് ഈ ആഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് C = A + B എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എയും ബിയും സിയും ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്ട്സ് ആണെങ്കിൽ ആ പ്ലസ് ഫംഗ്ഷൻ, പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ അവിടെ ഒരു ഫംഗ്ഷൻ കോളായിട്ട് എടുത്ത് അത് ബിഹേവ് ചെയ്തോളൂ.
അപ്പോൾ ഇത്രയാണ് പോളിമോർഫിസം എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മളിവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം ആണ് ഏറ്റവും അവസാനം പറഞ്ഞത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ. ഈ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് കൂടുതൽ വിശദീകരിച്ചൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തീർത്തും ബൈ ഹേർട്ടാക്കി പഠിക്കാനാണ്. അപ്പോൾ അന്നേരം ഈ ചാപ്റ്ററിലെ എല്ലാ പോർഷൻസും നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. അത് ചിലപ്പോൾ എസ്സേ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പം 3ൻ്റെയും 2ൻ്റെയും മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പം സിംഗിൾ മാർക്കിൻ്റെ ആയിരിക്കും ചോദിക്കുന്നത്. അത് ചിലപ്പം പോളിമോർഫിസം എന്ന് പറയുന്നതിനെക്കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. പോളിമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നായിരിക്കും ചിലപ്പം ചോദിക്കുന്നത് 1 മാർക്കിൻ്റെ. അപ്പോൾ അന്നേരം ഈ ചാപ്റ്ററിലെ ഈ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് പ്രൊസീജിയർ പ്രോഗ്രാമിങ്, അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്, അതേപോലെ തന്നെ 7 കൺസെപ്റ്റുകൾ: ക്ലാസ്, ഒബ്ജക്റ്റ്, ഡേറ്റ എൻക്യാപ്സുലേഷൻ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഈ പറഞ്ഞ 7 കൺസെപ്റ്റുകളും നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അത് നമുക്ക് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ തന്നെ പഠിച്ച ചാപ്റ്ററിലെ പരീക്ഷ നമുക്ക് ഉണ്ട്. അപ്പോൾ ഇനി ഈ 2 ചാപ്റ്ററോടെ ചേർന്നിട്ട് നമുക്ക് ഒരുമിച്ച് പരീക്ഷ നടത്താം. അപ്പോൾ ആ പരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഡൗട്ടുകൾ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായി പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ.